മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും. അയ്യോ അതെന്ത്? അത് വഴിയേ അറിഞ്ഞോളൂ. കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇന്നലെ രാത്രി KSFE-ക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 81,43,00,000 രൂപ KSFE-ക്ക് നൽകി. പക്ഷെ കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ ഞാനിന്ന് KSFE-യുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. KSFE-യുടെ മാനേജിംഗ് ഡയറക്ടറെ PA ആണ് ഫോൺ എടുത്തത്. അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മളെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും. ഡയറക്ടർ PA ആണ്, പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് അഖിൽമാരാണെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ KSFE വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSFE കൊടുത്തത് ലാപ്ടോപ്പ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിഞ്ഞത് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ 20,000 ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFE-ക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFE-യുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFE-യുടെ പദ്ധതിയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് KSFE-ക്ക് ഇത് സഹായിച്ചത് എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പഠനാവശ്യത്തിനായി KSFE-ക്ക് നൽകിയ തുകയാണ്. ഇതാണ് വസ്തുത. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കും KSFE ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. ചുരുക്കം പറഞ്ഞാൽ എന്റെ ദാസ മുഖ്യമന്ത്രി കുടുങ്ങണം. ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ്, വിവരക്കേടാണ്, വിഡ്ഢിത്തരമാണ്, കുടുങ്ങും. പിണറായി വിജയൻ ആളുകളോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അഖിൽ മാരാർ പൊളിച്ചടുക്കി തെളിയിച്ചു കൊടുത്തു. ஏதோ செம மேட்டர் சொன்னீங்க. என்ன அது? நம்ம யாருன்றது முக்கியம் இல்ல, நம்மளால என்ன முடியும்ன்றது தான் முக்கியம். நமக்கு செட் ஆகுதுல்ல இந்த டயலாக்? எஸ் சார்.